ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. NTPC PYQ സീരീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ജോഗ്രഫി എന്ന് പറയുന്ന ഇന്ത്യൻ ഓഫ് എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ച് PYQ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനാണ്. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇന്ത്യൻ ഓഫ് എർത്ത്, ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായി ഇന്ത്യൻ ഓഫ് എർത്തിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാൻഡിൽ ഒക്കുപ്പൈസ് ഡാഷ് ഓഫ് ദി എർത്ത്. ദ മാൻഡിൽ ഒക്കുപ്പൈസ് എർത്തിൻ്റെ മൊത്തം വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ശതമാനമാണ് മാൻഡിൽ എന്നാണ് അതിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് എന്താണ് ഒരു മാൻഡിൽ, എന്താണ് കോർ, എന്താണ് ക്രസ്റ്റ്, അതെല്ലാം അറിയണം. നമുക്കറിയാം എർത്ത് എന്ന് പറയുന്നത് 3 ലെയറായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. എർത്ത് എന്ന് പറയുന്നത് 3 ലെയറായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എർത്ത് എന്ന് പറയുന്നത് 3 ലെയറായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയുള്ള ലെയറിനെ വിളിക്കുന്ന പേരാണെന്ത്? മാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേര് ക്രസ്റ്റ്, അതിന് തൊട്ട് താഴെയുള്ള ലെയറിനെ വിളിക്കുന്ന പേര് മാൻഡിൽ, ബാക്കിയുള്ള ഏറ്റവും അകത്തെ ലെയറിനെ വിളിക്കുന്ന പേരാണെന്ത്? കോർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഔട്ടർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റ്, ഇന്നർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡിൽ, ഏറ്റവും അകത്തുള്ള ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്, എന്താണ് എർത്തിൻ്റെ ഉള്ളിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ, ഡെൻസിറ്റി, അതുപോലെ തന്നെ പ്രഷറും ഹയർ ആയിരിക്കും. ഓക്കെ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ ഹയർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഭാഗം ഏതായിരിക്കും? കോർ എന്ന് പറയുന്ന ഭാഗമായിരിക്കും. അപ്പോൾ ഔട്ടർ തിൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ക്രസ്റ്റാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറാണ് എന്ന് പറയുന്നത് മാൻഡിൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ മാങ്ങയില്ലേ, മാങ്ങ അങ്ങ് ആലോചിച്ചാൽ മതി. മാങ്ങയുടെ തൊലിപ്പുറം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ ക്രസ്റ്റായിട്ട് ആലോചിക്കുക. അതിൻ്റെ തൊട്ട് താഴെയുള്ള ആ മാംസം എന്ന് പറയുന്നത് എന്താണ്? മാൻഡിലായിട്ട് ആലോചിക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ആ അരി എന്ന് പറയുന്നത് എന്താണ്? അതിനെ കോറായിട്ട് ആലോചിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഭാഗം, മാങ്ങയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഭാഗം ഏതാണ്? മാംസമല്ലേ. അപ്പം ഇവിടെ അതുപോലെ തന്നെയാണ് ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ തിൻ ലെയറാണ്. എർത്തിൻ്റെ പുറം ഭാഗത്തെ ഏറ്റവും തിൻ ലെയറാണ്, ഔട്ടർ തിൻ ലെയറാണെന്ന് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ഈ മാൻഡിലാണ് ഒരു എർത്തിൻ്റെ വോളിയം എടുത്താൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഓക്കെ, മാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 82% അടുത്ത് എന്ത് വരും? മാൻഡിൽ വരും. ഏകദേശം 82-84%. ഏകദേശം ആ ഒരു 80% എത്രയാണ്? മൊത്തം എർത്തിൻ്റെ വോളിയം എടുത്തു കഴിഞ്ഞാൽ അത്രയും എന്താണ്? ഈ പറയുന്ന മാൻഡിലായിരിക്കും. ഓക്കെ, ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1% കാണത്തുള്ളൂ. എർത്തിൻ്റെ മൊത്തം വോളിയം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1% മാത്രമേ എന്ത് കാണുള്ളൂ? ക്രസ്റ്റിൻ്റെ ഭാഗമുള്ളൂ. ഓക്കെ, അതായത് എർത്തിൻ്റെ മൊത്തം വോളിയം എടുത്തു കഴിഞ്ഞാൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 1% ഉള്ളൂ. അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡിലാണ്. മാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 84% എന്താണ്? എർത്തിൻ്റെ വോളിയത്തിൻ്റെ മൊത്തത്തിലുള്ള 84% മാൻഡിൽ തന്നെയാണ്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കോർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 16%, ഏകദേശം 16 മുതൽ 18% വരെയാണ് എന്ത്? കോറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, മൊത്തം എർത്തിൻ്റെ വോളിയം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 16 മുതൽ 18% വരെയാണ് എന്ത്? കോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയാലോ? എർത്ത് എന്ന് പറഞ്ഞാൽ 3 ലെയറായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ഓഫ് എർത്ത് ആണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് 3 ലെയറായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റ് ആണ്. ഏറ്റവും ഔട്ടർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ആ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എർത്തിൻ്റെ വോളിയം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1% മാത്രമേ ഉള്ളൂ. അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് എന്ത്? മാൻഡിൽ എന്ന് പറയുന്നത്. നമ്മുടെ മാങ്ങയുടെ ഇതും ആലോചിച്ചാൽ മതി. അതിനകത്ത് ആ മാംസയിലെ ഏറ്റവും കൂടുതൽ ഉള്ളത്. സോ മാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്? മൊത്തം എർത്ത് വോളിയത്തിൻ്റെ ഏകദേശം 82 മുതൽ 84% വരെ എന്താണ്? മാൻഡിലാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ചെറിയൊരു ഭാഗമാണ് എന്ത് പറയുന്നത്? കോർ എന്ന് പറയുന്നത്. ആ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര? 16 മുതൽ 18% വരെയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മാൻഡിൽ ഒക്കുപ്പൈസ്, മാൻഡിൽ എർത്തിൻ്റെ എത്ര ഭാഗം ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടെന്ന്. ഏതായിരിക്കും ആൻസർ? 84%. ക്ലിയർ ആയാലോ? 84% ആയിരിക്കും അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ്. ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ്. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാനാണ്. എന്താണ് എർത്ത് എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു എർത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ് അതിൻ്റെ പല ലെയർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് വിളിക്കുന്ന പേര് എന്താണ്? ക്രസ്റ്റ് ആണ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേര് ക്രസ്റ്റ്. അതിൻ്റെ തൊട്ട് താഴെ വിളിക്കുന്ന മാൻഡിൽ, ഏറ്റവും ഉള്ളിലുള്ള ലെയറിനെ വിളിക്കുന്നത് എന്താണ്? കോർ എന്ന് പറഞ്ഞു അല്ലേ. ഏറ്റവും പുറമേ ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഔട്ടർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണ്? ഏറ്റവും ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ്. അത് സോളിഡ് ഭാഗം. നിങ്ങൾക്ക് ആലോചിച്ചാൽ നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മൾ എർത്തിൻ്റെ ഏറ്റവും മണ്ടലിൽ നിൽക്കുന്നത്. അതായത് ഏറ്റവും പുറമേ ഉള്ള ഭാഗത്താണ് നിൽക്കുന്നത്. അത് തറയാണ്. അത് സോളിഡ് സ്റ്റേറ്റിലാണ് എന്ത് നിൽക്കുന്നത്? ഈ പറയുന്ന ക്രസ്റ്റ് നിൽക്കുന്നത്. ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ഇറ്റ്സ് ഇൻ എ
സോളിഡ് സ്റ്റേറ്റ് അല്ലേ? ക്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സോളിഡ് സ്റ്റേറ്റിലാണ് എന്ത് ക്രസ്റ്റ് ഇരിക്കുന്നത്. ക്രസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ എന്താ ഫീച്ചർ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഏകദേശം എർത്തിന്റെ 1% ഓഫ് എർത്ത് വോളിയം അല്ലേ? മൊത്തം എർത്തിന്റെ വോളിയം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1% മാത്രമേ എന്തുണ്ടാവുള്ളൂ? ക്രസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി വേറൊരു കാര്യം, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ക്രസ്റ്റുകളുണ്ട്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ക്രസ്റ്റ് ഉണ്ട്. ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റും കാണും. ഇവിടെ നോക്കിയേ നിങ്ങൾ, ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീച്ചറായിട്ട് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താ? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും എന്ത് ക്രസ്റ്റ് ഇരിക്കുന്നത്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ് അല്ലേ? ഔട്ടർ മോസ്റ്റ് തിൻ ലെയർ ആണ്, ഏറ്റവും കട്ടി കുറഞ്ഞ ലെയർ ആണിത് ഈ പറയുന്ന ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഔട്ടർ മോസ്റ്റ് തിൻ ലെയർ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രസ്റ്റ് ഇരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് തിൻ ലെയർ ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താ ഫീച്ചർ? മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എർത്തിന്റെ വോളിയത്തിന്റെ മൊത്തം എർത്തിന്റെ ടോട്ടൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1% മാത്രമേ എന്തുള്ളൂ? ഈ പറയുന്ന ക്രസ്റ്റ് ഉള്ളൂ. എർത്തിന്റെ മൊത്തം വോളിയം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1% മാത്രമേ എന്തുള്ളൂ? ഈ എർത്തിന്റെ വോളിയം ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എർത്തിന്റെ ഉള്ളിലോട്ട് പോകുന്നതോറാണ് എന്ത് നമുക്ക് ഡെൻസിറ്റി കൂടുന്നത്, പ്രഷർ കൂടുന്നത്, ടെമ്പറേച്ചർ. അപ്പം നമുക്കറിയാം എവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷറും ടെമ്പറേച്ചറും ഡെൻസിറ്റി ഉള്ളത്? കോറിലല്ലേ? കാരണം എന്താ? ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ്. അവിടെ ഉള്ളിലോട്ട് പോകുന്നവരാണ് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രസ്റ്റ് രണ്ട് രീതിയിലുണ്ട്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. എന്താണ്? ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്. ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്. ക്രസ്റ്റിനെ രണ്ട് രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഓഷ്യാനിക് ക്രസ്റ്റും അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റും. ഓക്കെ, അപ്പം ഈ ക്രസ്റ്റിന്റെ സാധാരണ ഒരു ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 30 മുതൽ 50 കിലോമീറ്റർ വരെയാണ് എന്ത് സാധാരണ ഒരു ക്രസ്റ്റിന്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത്. ഒരു ക്രസ്റ്റിന്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 30 മുതൽ 50 കിലോമീറ്റർ വരെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. എന്ത്? ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽത്തറയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മുടെ കടൽത്തറയാണ് എന്ത് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നിൽക്കുന്ന കോണ്ടിനെന്റ് ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്ന തറയാണ് എന്ത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണോ ഓഷ്യാനിക് ക്രസ്റ്റ് ആണോ ഏറ്റവും കട്ടി കൂടിയുള്ളത്, ഏറ്റവും തിക്നെസ് കൂടുതൽ എവിടെ ആയിരിക്കും? കോണ്ടിനെന്റൽ ക്രസ്റ്റിനല്ലേ? കാരണം നമ്മൾ സോളിഡ് സ്റ്റേറ്റിലാണ്, സോളിഡ് പാർട്ടാണ് എന്ത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് എന്ത് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്, തിക്നെസ് ഏറ്റവും കൂടുതൽ എവിടെയാണ് തിക്നെസ് ഏറ്റവും കൂടുതൽ? തിക്നെസ് ഹയർ ആണ് എവിടെ? കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. തിക്നെസ് ഇസ് ഹയർ ദാൻ ദി എന്തിന്റെ? തിക്നെസ് ഇസ് ഹയർ ദാൻ ഓഷ്യാനിക് ക്രസ്റ്റ്. ഓഷ്യാനിക് ക്രസ്റ്റിനെക്കാട്ടിലും എന്താണ് തിക്നെസ് ഹയർ ആയിരിക്കും എന്തിന്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 50 മുതൽ 70 കിലോമീറ്റർ വരെയാണ് എന്ത് കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഞാൻ പറഞ്ഞു ക്രസ്റ്റിന്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 30 മുതൽ 50 കിലോമീറ്റർ വരെയാന്ന് പറഞ്ഞു. പക്ഷേ കോണ്ടിനെന്റൽ ക്രസ്റ്റ് നോക്കിയേ, ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 50 മുതൽ 70 കിലോമീറ്റർ. അതെങ്ങനെ കൂടാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. കോണ്ടിനെന്റൽ ക്രസ്റ്റ് നിങ്ങൾ കോണ്ടിനെന്റ് എടുത്താൽ മനസ്സിലാവും. നിങ്ങൾക്ക് അവിടെ ഹിമാലയാസ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട് അല്ലേ, മലനിരകൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു ഹയർ പാർട്ട് വെച്ച് എടുത്തിട്ടാണ് എന്ത് അങ്ങനെ കണക്കാക്കിയാണ് 50 മുതൽ 70 കിലോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സാധാരണ ഒരു ക്രസ്റ്റിന്റെ ആവറേജ് തിക്നെസ് എന്ന് പറഞ്ഞാൽ 30 മുതൽ 50 കിലോമീറ്റർ, ശരിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 50 മുതൽ 70 കിലോമീറ്റർ. കാരണം കോണ്ടിനെന്റ്സിലാണ് കൂടുതലും മലനിരകളും അതുപോലെ തന്നെ ഹിമാലയസ് ഒക്കെ നിൽക്കുന്നത് അല്ലേ, മൗണ്ടൻ റേഞ്ചസ് ഒക്കെ അവിടെ അല്ലേ നിൽക്കുന്നത്. അപ്പൊ താഴെ സീ ലെവലിൽ നിന്ന് എടുക്കുമ്പോൾ അത്രയും തിക്നെസ് ഉണ്ടാവും അല്ലേ, മൗണ്ടൻ വരെയുള്ള സാധനം എടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റിന് ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 50 മുതൽ 70 കിലോമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ തിക്നെസ് ഓഷ്യാനിക് ക്രസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തിക്നെസ് ഏതിനാണ് കൂടുതൽ? കോണ്ടിനെന്റൽ ക്രസ്റ്റിനാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയല്ലോ? ഓഷ്യാനിക് ക്രസ്റ്റ് എന്തായിരിക്കും? തിന്നർ ദാൻ ദി കോണ്ടിനെന്റൽ ക്രസ്റ്റ് അല്ലേ, തിന്നർ ദാൻ ദി കോണ്ടിനെന്റൽ ക്രസ്റ്റ് അല്ലേ. അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ സംബന്ധിച്ച് ഓഷ്യാനിക് ക്രസ്റ്റ് എന്തായിരിക്കും? കട്ടി കുറഞ്ഞതായിരിക്കും. ക്ലിയർ? പക്ഷെ ഇതിനകത്ത് ആരാ ഡെൻസർ? ഡെൻസിറ്റി കൂടുതൽ ഏതിനാ? ഡെൻസിറ്റി കൂടുതൽ ഈ ഓഷ്യാനിക് ക്രസ്റ്റിനാണ് എന്ത് ഡെൻസിറ്റി കൂടുതൽ എന്ന് മനസ്സിലാക്കാം. ഓഷ്യാനിക് ക്രസ്റ്റിനാണ് എന്ത് കൂടുതൽ? ഡെൻസിറ്റി കൂടുതൽ. ഓഷ്യാനിക് ക്രസ്റ്റിനാണ് ഡെൻസിറ്റി കൂടുതൽ. ഡെൻസിറ്റി കുറവ് ഏതിനാ? കോണ്ടിനെന്റൽ ക്രസ്റ്റിനാണ്. ഡെൻസിറ്റി എന്താണ്? ലെസർ അല്ലേ. ഡെൻസിറ്റി എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റിന് കുറവായിരിക്കും. ക്ലിയർ? അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓഷ്യാനിക് ക്രസ്റ്റിനായിരിക്കും ഡെൻസിറ്റി കൂടുതലെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം, ഓഷ്യാനിക് ക്രസ്റ്റിലെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഇതാ എലമെന്റ്സാ? മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ
സിലിക്കയും മഗ്നീഷ്യവും ആണ് എന്ത് മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് അല്ലേ. ഓഷ്യാനിക് ക്രസ്റ്റിലെ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് സിലിക്കയും മഗ്നീഷ്യവും ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് എന്ത് സിമ എന്ന് പറയും. ഇവരെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത് സിമ എന്ന് പറയുന്നത്. ഇനി കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഓക്കെ, ഇവരുടെ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാ? ഇവരുടെ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കയും അതുപോലെ തന്നെ അലുമിനിയം. അതുകൊണ്ട് തന്നെ ഇവരെ അറിയപ്പെടുന്ന പേരാണെന്ത് സിയാൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ അറിയപ്പെടുന്ന പേരാണെന്ത് സിയാൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? അതായത് നമ്മളിപ്പോൾ ക്രസ്റ്റ് ആണ് നോക്കിയത്. ഓക്കെ, ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. എർത്തിന്റെ ഏറ്റവും പുറമേ ഭാഗം ഉള്ള കട്ടി കുറഞ്ഞ പ്രദേശമാണ് എന്ത് ക്രസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ മാങ്ങ ആലോചിച്ചാൽ മതി, മാങ്ങയുടെ തൊലിപ്പുറമാണ് എന്ന് പറയുന്നത് ഈ ഒരു ക്രസ്റ്റ് ആയിട്ട് ആലോചിച്ചത്. തൊലിപ്പുറം നിങ്ങൾ വളരെ കട്ടി കുറഞ്ഞതല്ലേ തൊലിപ്പുറം എന്ന് പറയുന്നത്. ഒരു പഴുത്ത മാങ്ങ എടുത്തു കഴിഞ്ഞാൽ വളരെ നൈസായിട്ട് ഇളകി വരുന്ന സാധനമാണ് തൊലിപ്പുറം എന്ന് പറയുന്നത്. സോ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഏറ്റവും കട്ടി കുറഞ്ഞ പ്രദേശമാണ് എന്ത് ഈ പറയുന്ന ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എർത്തിന്റെ ഏകദേശം എർത്തിന്റെ മൊത്തം വോളിയം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എന്താണ് 1% മാത്രമാണ് എന്ത് ഈ പറയുന്ന ക്രസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 30 മുതൽ 50 കിലോമീറ്റർ വരെയാണ് എന്ത് ക്രസ്റ്റിന്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ക്രസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാ? ഓഷ്യാനിക് ക്രസ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഓഷ്യാനിക് ക്രസ്റ്റിന്റെ നമ്മൾ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കട്ടി കുറഞ്ഞതാണ് അല്ലേ, തിക്നെസ് കുറവായിരിക്കും. പക്ഷേ തിക്നെസ് ഏതിനായിരിക്കും കൂടുതൽ? കോണ്ടിനെന്റൽ ക്രസ്റ്റിനാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആവറേജ് തിക്നെസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 50 മുതൽ 70 കിലോമീറ്റർ ആണ്. കാരണം എന്താണ്? മൗണ്ടൻ റേഞ്ചസ് എല്ലാം ഉള്ളത് എവിടെയാണ്? ഈ പറയുന്ന കോണ്ടിനെന്റൽ ക്രസ്റ്റിലാണ്. ഓക്കെ, മൗണ്ടൻ റേഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ പറയുന്ന കോണ്ടിനെന്റൽ ക്രസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കട്ടി കൂടുതൽ, 50 മുതൽ 70 കിലോമീറ്റർ വരെ ആവുന്നത്. ഇനി ഡെൻസിറ്റി ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി എവിടെയാണ് കൂടുതൽ? ഡെൻസിറ്റി കൂടുതൽ ഓഷ്യാനിക് ക്രസ്റ്റിലാണ് ഡെൻസിറ്റി കൂടുതൽ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഓഷ്യാനിക് ക്രസ്റ്റിലാണ് ഡെൻസിറ്റി കൂടുതൽ. എന്താണ്? തിക്കർ ദാൻ ദി കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ സംബന്ധിച്ച് എന്താണ് കട്ടി കൂടിയതാണ് എന്ത് ഈ പറയുന്ന എന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെൻസിറ്റി കൂടുതൽ, കട്ടി കൂടിയത് എവിടെയാണ്? ഈ പറയുന്ന കോണ്ടിനെന്റൽ ക്രസ്റ്റിനാണ്. ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് എന്ത് സിലിക്കയും അലുമിനിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുന്ന പേരാണ് എന്ത് സിയാൽ എന്ന് വിളിക്കുന്നത്. ഇനി ഓഷ്യാനിക് ക്രസ്റ്റിലെ മെയിൻ കമ്പോണൻസ് ആണ് സിലിക്കയും മഗ്നീഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുന്ന പേരാണ് എന്ത് സിമ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യം എന്തായിരുന്നു? ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദി എർത്ത് ഇസ് നോൺ ആസ്. ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദി എർത്ത് ഇസ് നോൺ ആസ്. ഏതാണ് ഉത്തരം? ക്രസ്റ്റ് ആണ് ഉത്തരം അല്ലേ. ഏറ്റവും പുറമേയുള്ള ഭാഗം എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണെന്ന് മനസ്സിലാവും. ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദി എർത്ത് ഇസ് നോൺ ആസ് ക്രസ്റ്റ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. The asthenosphere is the lower portion of the mantle. The asthenosphere is the lower portion of the mantle. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് asthenosphere എന്താണെന്ന് അറിയണം. ഓക്കെ, അല്ലെങ്കിൽ മാൻഡിൽ എന്താണെന്ന് അറിയണം. അപ്പോൾ അത് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്താണ് ഒരു asthenosphere അല്ലെങ്കിൽ ഒരു മാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് അല്ലേ. ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേര് ക്രസ്റ്റ് അല്ലേ. എർത്തിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറ്റി പറയുന്നത് എന്താണ്? ക്രസ്റ്റ് ആണ്. ക്രസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. അപ്പോൾ ക്രസ്റ്റ് ആണ് എന്താ ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേര്. അതിനെ തൊട്ട് ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരെന്താ? തൊട്ട് ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് മാൻഡിലാണ്. തൊട്ട് ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേര് മാൻഡിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, മാൻഡിൽ. അതിൻ്റെ തൊട്ട അകത്തെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ഏതാ? അതിന് ഏറ്റവും ഉള്ളിൽ കിടക്കുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? കോർ എന്ന് പറയുന്നത്. കോർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ഓക്കെ, ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം അസ്റ്റനോസ്ഫിയർ ലിതോസ്ഫിയർ. അപ്പം നമുക്ക് മാൻഡിലിനെ പറ്റി അറിയണം. നമുക്കറിയാം മാൻഡിലിനെ പറ്റി നമുക്ക് നോക്കാം. മാൻഡിലിനെ പറ്റി പറയുമ്പോൾ എന്താണ്? മാൻഡിലിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ക്രസ്റ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 30 മുതൽ 50 കിലോമീറ്റർ വരെ ആയിരുന്നു എന്ത് ക്രസ്റ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. മാൻഡിലിൻ്റെ കാര്യം പറയുമ്പം 50 കിലോമീറ്റർ, അത് അപ് ടു 2900 കിലോമീറ്റർ, 2900 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് എന്ത് മാൻഡിൽ എന്നുള്ളത്. നമ്മുടെ മാങ്ങയുടെ ഇതില്ലേ, ആ മാങ്ങയുടെ ഇത് നോക്കിയാൽ മതി. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കട്ടി കുറഞ്ഞ പ്രദേശമാണ്. അതിനകത്ത് കൂടുതലും എന്താണ്? കൂടുതൽ മാംസമല്ലേ. അതുപോലെയുള്ള മാൻഡിൽ എന്ന് പറയുന്നത്. അത് എർത്തിൻ്റെ വോളിയം മൊത്തം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. എർത്തിൻ്റെ വോളിയം മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 84% അല്ലേ, 84% ഓഫ് ടോട്ടൽ എർത്ത് വോളിയം. എർത്തിൻ്റെ വോളിയത്തിലെ ഏകദേശം 84% എന്താണ് അടങ്ങിയിരിക്കുന്ന മാൻഡിലാണ്. ഇനി ഇത് ഏത് സ്റ്റേറ്റിലാണെന്ന് അറിയണം. നമുക്കറിയാം ക്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സോളിഡ് സ്റ്റേറ്റിലാണ്. മാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് അല്ല, പക്ഷെ എന്താണ്? ഒരു സെമി സോളിഡ് സ്റ്റേറ്റ് ആണ്. സെമി സോളിഡ് സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിൽ എന്ന് പറയുന്നത് ഒരു സെമി സോളിഡ് സ്റ്റേറ്റിലാണ്. സോളിഡും അല്ല ലിക്വിഡും അല്ലാത്തൊരു അവസ്ഥ. ഓക്കെ, അത് വിസ്കോസിറ്റിയിലുള്ള ഒരു അവസ്ഥയിലാണ് എന്ന് പറയുന്നത് സെമി സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയാലോ? ഇനി എന്താണ് ഒരു ലിതോസ്ഫിയർ? നിങ്ങൾ ഈ മാൻഡിൽ പഠിക്കുമ്പോൾ 2 ടേംസ് നിങ്ങൾ അറിയും. എന്താണ് ഒരു ലിതോസ്ഫിയർ എന്ന് പറയുന്ന ടേമും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലിതോസ്ഫിയർ എന്ന് പറയുന്ന ലിത്തോസ്ഫിയർ ഇങ്ങനൊരു ടേമും ഉണ്ട്, അതുപോലെ തന്നെ അസ്തനോസ്ഫിയർ, ലിതോസ്ഫിയറും ഉണ്ട്, അസ്തനോസ്ഫിയർ. ഓക്കെ, പറഞ്ഞുതരാം എന്താണ് ഒരു ലിതോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് നോക്കുക, ഇതൊരു ക്രസ്റ്റാന്ന് വെച്ചോ. ഇതെന്ന് പറയുന്നത് ക്രസ്റ്റാണ്. ക്രസ്റ്റിന് ഒരു അപ്പർ പാർട്ടും കാണും, അതുപോലെ തന്നെ ഒരു ലോവർ പാർട്ടും ഉണ്ട്. ഓക്കെ, ക്രസ്റ്റിന് ഒരു അപ്പർ പാർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലോവർ പാർട്ടും ഉണ്ട്. അപ്പോൾ ഈ ക്രസ്റ്റിൻ്റെ അടിയിരിക്കുന്ന ഏതാണ്? മാൻഡിലാണല്ലോ. ക്രസ്റ്റിൻ്റെ അടിയിരിക്കുന്ന മാൻഡിലാണ്. സോ നമ്മൾ കണ്ടേ ഇതൊരു മാൻഡിലായിട്ട് എടുക്കുക. ഇതൊരു മാൻഡിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടേ ഇതിൻ്റെ മണ്ടയിലല്ലേ ക്രസ്റ്റ് ഇരിക്കുന്നത്. ഇതിൻ്റെ ക്രസ്റ്റ് ഇത് മാൻഡൽ. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലാണ് ഇതിൻ്റെ താഴെയാണ് മാൻഡൽ ഇരിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ഈ ക്രസ്റ്റിൻ്റെ അടിവശം ലോവർ ക്രസ്റ്റും അതുപോലെ തന്നെ മാൻഡിലിൻ്റെ അപ്പർ വശം, ഓക്കെ, മാൻഡിലിൻ്റെ അപ്പർ ഭാഗം, അത് ക്രസ്റ്റിൻ്റെ ലോവർ പാർട്ടും മാൻഡിലിൻ്റെ അപ്പർ പാർട്ടും കൂടി ചേർന്ന് വിളിക്കുന്നതാണ് എന്ത് പറയുന്നത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പർ പാർട്ട്, അത് ക്രസ്റ്റിൻ്റെ ലോവർ പാർട്ടും ലോവർ ക്രസ്റ്റും അപ്പർ മാൻഡിലും ചേരുന്നതാണ് എന്ത്? ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു ചോദ്യം ഇങ്ങനെ വരുമോ, ലിതോസ്ഫിയർ ഈസ് എ പാർട്ട് ഓഫ് ദി അപ്പർ മാൻഡിൽ. ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ? അപ്പർ മാൻഡലിൻ്റെ ഭാഗമാണോ? മാൻഡലിൻ്റെ മാത്രം ഭാഗമാണോ ലിതോസ്ഫിയർ എന്ന് പറയുന്നത്? അല്ല, മാൻഡലിൻ്റെയും ക്രസ്റ്റിൻ്റെയും കൂടി ഭാഗമാണ് എന്ത് പറയുന്നത്? ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ചെറിയ ഒരു പോർഷൻ അവിടുന്ന് ഇവിടുന്ന് ഉണ്ട്. അപ്പം ലോവർ ക്രസ്റ്റിൻ്റെയും അപ്പർ മാൻഡലിനും തമ്മിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് എന്ത് പറയുന്നത്? ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നതാണ് എന്ത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലിതോസ്ഫിയറിന്റെ തൊട്ട് താഴെ വശം കിടക്കുന്നതാണ് എന്ത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയർ കംപ്ലീറ്റ്ലി ഏതിൻ്റെ ഭാഗമാണ്? മാൻഡലിൻ്റെ മാത്രം ഭാഗമാണ്, അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി മാൻഡൽ. ക്ലിയർ ആയല്ലോ? മാൻഡലിൻ്റെ ഭാഗമാണ് എന്ത്? അസ്തനോസ്ഫിയർ. പക്ഷേ ലിതോസ്ഫിയർ മാൻഡലിൻ്റെ മാത്രം ഭാഗമാണോ? അല്ല, മാൻഡലിൻ്റെ, അതായത് മാൻഡലിൻ്റെ അപ്പർ വശം, മേൽവശവും അതുപോലെ തന്നെ ക്രസ്റ്റിൻ്റെ താഴത്തെ വശവും കൂടി ചേർന്ന് വിളിക്കുന്നതാണ് എന്ത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിക്കകത്ത് ആൽഫ്രഡ് വെഗ്നർ പറയുന്ന കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അല്ലെ 1912 ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നത്. അതായത് പുള്ളിക്കാരൻ പറഞ്ഞ 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റ ഒരു സൂപ്പർ കോണ്ടിനെന്റ് ഉണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പാൻജിയ എന്ന് പറയുന്നു. അതിന് ചുറ്റുമുള്ള കടലിനെ വിളിക്കുന്ന പേരാണെന്ത്? പെന്താലസ എന്ന് പറയുന്നത് അല്ലേ? അങ്ങനത്തെ പറഞ്ഞാൽ പിന്നെ കാലക്രമേണ എന്താണ് ഈ പാൻജിയ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? അത് സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് ലൊറേഷ്യ ആയിട്ടും ഗോണ്ട്വാനായിട്ട് എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയറിലെ ലൊറേഷ്യ ആയിട്ടും സദൺ പാർട്ടിൽ ഗോണ്ട്വാനായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. ഇത് കാലക്രമേണ 2-3 സ്പ്ലിറ്റ് അപ്പ് ചെയ്താണ് കോണ്ടിനെന്റ്സ് ഉണ്ടായെന്നാണ് പറയുന്നത്. അതായത് ഈ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്ലേറ്റ് ആണ്, ഒരു ടെക്ടോണിക് പ്ലേറ്റ് ആണ് ഈ കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും അവിടെ മൂവ് ചെയ്യുന്നത് എന്താണ്? ശരിക്കും അവിടെ മൂവ് ചെയ്യുന്നത് ഈ ലിത്തോസ്ഫിയർ ആണ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആയാലോ? ഈ ലിതോസ്ഫിയർ ആണ് ശരിക്കും മൂവ് ചെയ്യുന്നത്. അതാണ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് ശരിക്കും ലിതോസ്ഫിയർ ആണ്. ഇവരാണ് മൂവ് ചെയ്യുന്നത്. ഇനി അവിടെ മൂവ് ചെയ്യണമെങ്കിൽ അടിയിലൊരു ദ്രാവകം, ഒരു ലിക്വിഡ് സ്റ്റേറ്റ് ആയെങ്കിലേ പറ്റത്തുള്ളൂ. ശരിക്കും എന്താണ്? അസ്തനോസ്ഫിയറിലെ തൊട്ട് താഴെ ഇരിക്കുന്നത്, ലിതോസ്ഫിയറിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് അസ്തനോസ്ഫിയർ ആണ്. അപ്പോൾ അസ്തനോസ്ഫിയർ മാൻഡലിന്റെ ഭാഗമാണല്ലോ. അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് മാൻഡലിന്റെ ഭാഗമാണ്. മാൻഡൽ ഏത് സ്റ്റേറ്റിലായിരിക്കുന്നത്? നമ്മളിവിടെ പറഞ്ഞു സെമി സോളിഡ് സ്റ്റേറ്റിലാന്ന് പറഞ്ഞു. ഒരു വിസ്കോസിറ്റി ഉള്ള, എന്നാൽ ലിക്വിഡും അല്ല സോളിഡും അല്ലാത്ത ഒരു സ്റ്റേറ്റ്, എന്നാൽ ഹൈ വിസ്കോസിറ്റി ആണ്. ആ ഒരു സ്റ്റേറ്റിലാണ് എന്ത്? മാൻഡൽ ഇരിക്കുന്നത്. സോ എന്താണ്? അതിന്റെ മണ്ടയിൽ, അസ്തനോസ്ഫിയറിന്റെ മണ്ടയിലാണ് എന്ത് ഒഴുകുന്നത്? ഈ പറയുന്ന ലിതോസ്ഫിയറിക് പ്ലേറ്റ്. അതുകൊണ്ടാണ് നമ്മുടെ കോണ്ടിനെന്റ്സ് ഇങ്ങനെ മൂവ് ചെയ്തെന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതിനാണ് നമ്മൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്, ഇത് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്നൊക്കെ പല കാര്യങ്ങളും പറയും. ഇനി അസ്തനോസ്ഫിയർ എന്തുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങളും നമ്മൾ ആ തിയറി പഠിക്കുമ്പോൾ, മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തിയറി പഠിക്കുമ്പോൾ അത് ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്? ഹീറ്റിന്റെ ഒരു കൺവെക്ഷൻ ആണ്, ഒരു കൺവെക്ഷൻ സൈക്കിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്ലേറ്റുകൾ മൂവ് ചെയ്യുന്നത്. അത് മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ലിതോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രസ്റ്റിന്റെ ലോവർ പാർട്ട് ഓഫ് ദി ക്രസ്റ്റും അതുപോലെ തന്നെ പ്ലസ് അപ്പർ മാൻഡിലും കൂടി ചേരുന്നതാണ് എന്ത്? ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഏതിൻ്റെ ഭാഗമാണ്? മാൻഡിലിൻ്റെ ഭാഗമാണ്, അപ്പർ മാൻഡലിന്റെ ഭാഗമാണ് എന്ത് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്ന്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്? സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് അല്ലേ? ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. ദ അസ്തനോസ്ഫിയർ ഇസ് ദ ലോവർ പോർഷൻ ഓഫ് ദി മാൻഡൽ. അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് മാൻഡലിന്റെ ലോവർ പോർഷൻ ആണെന്ന്. ആണോ? അപ്പർ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലോവർ പോർഷൻ ആണോ? അല്ല, അപ്പർ പോർഷൻ ഓഫ് ദി മാൻഡൽ ആണ് അല്ലേ? അതായത് എന്താണ്? ലിതോസ്ഫിയർ കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്ന ഏതാണ്? ഈ പറയുന്ന അസ്തനോസ്ഫിയർ ആണ്. അപ്പോൾ എന്താണ്? അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ആണ് എന്ത് പറയുന്നത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് ശരിക്കും എന്താണ്? ഫോൾസ് അല്ലേ?
ഫോൾസ് അല്ലേ? സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ഏതാണ്? അപ്പർ പോർഷൻ ഓഫ് ദി മാൻഡിൽ, ലോവർ പോർഷൻ അല്ല. താഴെ തട്ടിലാണോ ഇരിക്കുന്നത് അസ്തനോസ്ഫിയർ? അല്ല. ലിതോസ്ഫിയർ കഴിഞ്ഞാൽ തൊട്ട് താഴെയാണ് എന്ത് നിൽക്കുന്നത്? ഈ പറയുന്ന അസ്തനോസ്ഫിയർ ഇരിക്കുന്നത്. അപ്പം ലിതോസ്ഫിയർ ഏതിൻ്റെയൊക്കെ ഭാഗമാണ്? ലിതോസ്ഫിയർ മാൻഡിലിൻ്റെ മാത്രം ഭാഗമാണോ? അല്ല. ക്രസ്റ്റും മാൻഡിലിൻ്റെ ആ മേളത്തിൽ ചെറിയൊരു പോർഷൻ കൂടി ചേരുന്നതാണ് എന്ത് പറയുന്നത്? ലിതോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡിലിൻ്റെ ഏറ്റവും അപ്പർ മോസ്റ്റ് ഇരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അതിനെയാണ് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഇസ് അപ്പർ പോർഷൻ ഓഫ് ദി മാൻഡിൽ എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഇസ് ദ കോർ ഓഫ് ദി എർത്ത്? ഈ ഏത് സ്റ്റേറ്റിലാണ് എർത്തിൻ്റെ കോർ ഇരിക്കുന്നതാണ്? നമുക്കറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഈ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രസ്റ്റ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ക്രസ്റ്റ് തന്നെ രണ്ട് രീതിയിലുണ്ട്. അപ്പർ ക്രസ്റ്റും ഉണ്ട്, ഇങ്ങോട്ട് നോക്കിയേ. ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. അപ്പർ ക്രസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ലോവർ ക്രസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത ഭാഗം ഏതാ? മാൻഡിൽ അല്ലേ? അതിനും ഉണ്ട് എന്ത്? അപ്പർ മാൻഡിലും ഉണ്ട്, അതുപോലെ തന്നെ ലോവർ മാൻഡിലുണ്ട്. അപ്പർ മാൻഡിലുണ്ട്, ലോവർ മാൻഡിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത ഭാഗമാണ് എന്ത്? കോർ എന്ന് പറയുന്നത് അല്ലേ? കോറിന് എന്താണ്? അതുപോലെ തന്നെ എന്താണ്? ഔട്ടർ കോറും ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ കോറും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇതാണ് നമ്മുടെ എർത്തിൻ്റെ ലെയേഴ്സ് എന്ന് പറയുന്നത്. ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്ന് പറഞ്ഞു. പക്ഷേ ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് നോക്കിയാൽ മതി. ഒരു പാളി എടുത്ത് നോക്കിയുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒരു അപ്പർ ഭാഗമുണ്ട്, ലോവർ ഭാഗമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ലെയേഴ്സിനും ഉണ്ട്. ക്രസ്റ്റിന് ഒരു അപ്പർ ക്രസ്റ്റ് ഉണ്ട്, ലോവർ ക്രസ്റ്റ് ഉണ്ട്. മാൻഡിലിന് ഒരു അപ്പർ മാൻഡിലുണ്ട്, ലോവർ മാൻഡിലുണ്ട്. അതുപോലെ തന്നെ കോറിന് എന്താണ്? ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. ഓക്കെ. ഇനി ഈ ഓരോ ലെയേഴ്സും അവർ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ വരമ്പ് കടന്നു പോകുന്നത്, ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ആ ബൗണ്ടറിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും അല്ലേ? കേട്ടുണ്ടോ ഈ പേര്? ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കും. ഡിസ്കണ്ടിന്യൂറ്റീസ്. ക്ലിയർ ആയോ? അത് ബൗണ്ടറി ആണ്. ഓരോ ലെയറും തമ്മിലുള്ള വരമ്പാണ് എന്ത്? ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയാം. നമുക്കറിയാം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്കണ്ടിന്യൂറ്റീസ് പഠിക്കാനുണ്ട്. അതായത് അപ്പർ ക്രസ്റ്റ്, ലോവർ ക്രസ്റ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അതുപോലെ ക്രസ്റ്റും മാൻഡിലും തമ്മിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും തമ്മിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. മാൻഡിലും കോറും തമ്മിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഔട്ടർ കോറും ഇന്നർ കോറും തമ്മിലൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂറ്റീസിൻ്റെ പേരൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി വിളിക്കുന്ന പേരെന്താണ്? അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും തമ്മിൽ വിളിക്കുന്ന പേരാണ് കൊർണാഡ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലേ? കൊർണാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കും. കൊർണാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി വിളിക്കുന്ന പേരാണ് കൊർണാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതുപോലെ ക്രസ്റ്റും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും അല്ലേ? അപ്പർ മാൻഡിലും ക്രസ്റ്റും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റിയുടെ പേരാണ് എന്ത്? മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇനി അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റിയുടെ പേരാണ് എന്ത്? റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇനി മാൻഡിലും കോറും തമ്മിൽ വേർതിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റിയുടെ പേരാണ് എന്ത്? മാൻഡിലും കോറും തമ്മിൽ വേർതിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റിയുടെ പേരാണ് എന്ത്? ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ ആയോ? ഇനി ഔട്ടർ കോറും ഇന്നർ കോറും തമ്മിൽ വേർതിരിക്കുന്ന പേരാണ് എന്ത്? ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ക്ലിയർ ആയാലോ? ഞാൻ പറഞ്ഞു ക്രസ്റ്റ്, മാൻഡിൽ, കോറ്. ക്രസ്റ്റിന് ഒരു അപ്പർ ക്രസ്റ്റും കാണും, ലോവർ ക്രസ്റ്റും കാണും. മാൻഡിലിന് ഒരു അപ്പർ മാൻഡിലും കാണും, ലോവർ മാൻഡിലും കാണും. അതുപോലെ തന്നെ കോറിന് എന്താണ്? ഒരു ഔട്ടർ കോറും കാണും, ഇന്നർ കോറും കാണും. അപ്പോൾ ഈ ഓരോ ആൾക്കാരെ എന്താണ്? ഒരു വരമ്പ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആ വരമ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും തമ്മിൽ വേർതിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റിയുടെ പേരാണ് എന്ത്? കൊർണാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ക്രസ്റ്റും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന പേരാണ് എന്ത്? മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന പേരാണ് എന്ത്? റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. മാൻഡിലും കോറും തമ്മിൽ വേർതിരിക്കുന്നതിനാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഔട്ടർ കോറും ഇന്നർ കോറും തമ്മിൽ വേർതിരിക്കുന്നതാണ് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കോറിനെ പറ്റിയാണ്. കോറിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ഔട്ടറും ഉണ്ട്, ഇന്നറും ഉണ്ട് അല്ലേ? ഒരു ഔട്ടറും ഉണ്ട്, ഇന്നറും ഉണ്ട്. നമുക്കറിയാം കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇന്റീരിയർ ആയിട്ടുള്ള എന്ത്?
ഭാഗമാണ് അല്ലേ, എർത്തിന്റെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന ഭാഗമാണ് എന്ത്, കോർ എന്ന് പറയുന്നത്. ഏകദേശം 16 മുതൽ 18% വരെയാണ് ടോട്ടൽ എർത്ത് വോളിയം അല്ലേ. എർത്തിന്റെ മൊത്തം വോളിയം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 16 മുതൽ 18% വരെയാണ് എന്ത്, കോറിന്റെ സംഭാവന എന്ന് പറയുന്നത്, കോറിന്റെ ഉള്ള സംഭവം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി കോറിലെ ഞാൻ പറയാം, ഔട്ടർ കോർ ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്? ഔട്ടർ കോർ ഇരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഔട്ടർ കോർ ഇരിക്കുന്നത്. ഔട്ടർ കോർ ഇരിക്കുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, മനസ്സിലാക്കുക. ഔട്ടർ കോർ ഇരിക്കുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇന്നർ കോർ ഇരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. ഇന്നർ കോർ ഇരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ്. ഔട്ടർ കോർ ഇരിക്കുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോർ ഇരിക്കുന്നത് എവിടെയാണ്, സോളിഡ് സ്റ്റേറ്റിലാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഇനി കോറിലെ ഏറ്റവും മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കലിന്റെ കെമിക്കൽ ഫോമിൽ നെയിം ആണ് എന്ത്, Na അല്ലേ, നിക്കലും പ്ലസും അതുപോലെ തന്നെ അയണിന്റെ എന്താണ്, ഫെറം അല്ലേ. നിക്കലും അയണും ചേരുന്നതാണ് അതിന്റെ ഏറ്റവും മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. കോറിലെ ഏറ്റവും മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് നിക്കലും അയണും. അതുകൊണ്ട് തന്നെ ഇവരെ വിളിക്കുന്ന പേരാണ് നിഫെ എന്ന് പറയും. അതുപോലെ തന്നെ ഇവരെ വിളിക്കുന്ന പേരാണ് നിഫെ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നിക്കലും അയണുമാണ്. അതുകൊണ്ട് തന്നെ അവരെ വിളിക്കുന്ന പേരാണെന്ത്, നിഫെ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? കോർ പറ്റി ക്ലിയർ ആണല്ലോ. ഔട്ടർ കോർ ഉണ്ട്, ഇന്നർ കോർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഏകദേശം മൊത്തം എർത്തിന്റെ വോളിയം എടുത്തു കഴിഞ്ഞാൽ 16 മുതൽ 18% ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഔട്ടർ കോർ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോർ എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റിലുമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ആ ചോദ്യത്തിലോട്ട് പോകാം. നമുക്ക് ആ ചോദ്യം എടുക്കാം. നോക്കിയേ, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ കോർ ഓഫ് ദി എർത്ത്? ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ കോർ ഓഫ് ദി എർത്ത് അല്ലേ? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ, അല്ലെങ്കിൽ ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് ആണോ? ഏതാ ഉത്തരം? ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് ആണ് അല്ലേ. ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് ആണ്. കാരണം ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോർ എന്ന് പറയുന്നത് എന്താണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് എന്താണ്, സോളിഡും ലിക്വിഡിലും കൂടി സ്റ്റേറ്റ് നിൽക്കുന്നതാണ് എന്ത്, എർത്തിലെ കോർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി മാൻഡിൽ ആൻഡ് ക്രസ്റ്റ് ആർ കോൾഡ് അല്ലേ. അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി മാൻഡിൽ ആൻഡ് ക്രസ്റ്റ് ആർ കോൾഡ് എന്തായിരിക്കും? നമ്മൾ ഡിസ്കസ് ചെയ്തേ അല്ലേ. ക്രസ്റ്റിന്റെ ലോവർ പാർട്ടും അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി മാൻഡിലും അല്ലേ. മാൻഡിലിന്റെ ഏറ്റവും മണ്ടവശവും കോറിന്റെ ഏറ്റവും താഴ്ന്ന വശം കൂടി ചേരുന്ന വിളിക്കുന്ന പേരെന്താണ്, ലിതോസ്ഫിയർ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് ഡിസ്കസ് ചെയ്തതാണ് ഈ സംഭവം. ലിതോസ്ഫിയർ, അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലിതോസ്ഫിയറിന്റെ തൊട്ട് താഴെയാണ് എന്ത് കിടക്കുന്നത്, അസ്തനോസ്ഫിയർ എന്ന് പറയാം. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എല്ലാ എർത്തുക്കേക്കും, എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള എർത്തുക്കേക്കും എവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? എല്ലാ നാച്ചുറൽ ആയിട്ട് എർത്തുക്കേക്കും ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഈ ലിതോസ്ഫിയറിലാണ്. എർത്തുക്കേക്ക് എല്ലാം ഉണ്ടാവുന്നത് എവിടാണ്? ഈ ലിതോസ്ഫിയർ എന്ന് പറയുന്ന സ്ഥലത്താണ് എർത്തുക്കേക്കിന്റെ ഉദ്ഭവം എന്ന് പറയുന്നത്. ഇനി മാഗ്മ, വോൾക്കാനോയുടെ സോഴ്സ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്തനോസ്ഫിയർ ആണ്. വോൾക്കാനോയുടെ സോഴ്സ് എന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ ആണ്. ഓക്കെ, അസ്തനോസ്ഫിയർ ആണ് എന്ത്, വോൾക്കാനോയുടെ സോഴ്സ് അല്ലെങ്കിൽ മാഗ്മയുടെ സോഴ്സ്. അറിയാം, നമുക്ക് ഉള്ളിൽ കിടക്കുന്ന സാധനത്തെ നമ്മൾ വിളിക്കുന്ന മാഗ്മ എന്നാണ്. ഈ മാഗ്മ പുറത്ത് വരുമ്പോഴാണ് അത് വോൾക്കാനായിട്ട് മാറുന്നത്. അപ്പോൾ ഈ മാഗ്മ ഉള്ളിൽ കിടക്കുന്ന സാധനം വെളി വരുമ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലാവ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലാവ എന്ന പേരിലാണ് എന്ത്, വോൾക്കാനോ വെളി വരുമ്പോൾ അറിയപ്പെടുന്നത്. സോ ഇതിൻ്റെയൊക്കെ സോഴ്സ് എവിടെ നിന്നാണ്? അസ്തനോസ്ഫിയർ ആണ് അതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് മനസ്സിലാക്കുക. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വരും ക്ലാസ്സുകൾ കാണുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ? എന്താണ് അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദി മാൻഡിൽ ആർ കോൾഡ് ദി എന്ത്, ലിതോസ്ഫിയർ. ഇനി മാൻഡിൽ ഹാസ് എ ഡെൻസിറ്റി ഡാഷ് ദ ക്രസ്റ്റ് പോർഷൻ. മാൻഡിൽ ഹാസ് എ ഡെൻസിറ്റി ലോവർ ആണോ ഹയർ ആണോ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എർത്തിന്റെ ഉള്ളിലോട്ട് പോകുന്തോറും എന്താണ്, എർത്തിന്റെ ഉള്ളിലോട്ട് പോകുന്നതോടെ ടെമ്പറേച്ചർ കൂടും, ഡെൻസിറ്റി കൂടും, പ്രഷർ കൂടും. അപ്പോൾ സ്വാഭാവികമായി ക്രസ്റ്റിൽ നിന്ന് ഉള്ളിലോട്ട്, ക്രസ്റ്റിലെ ഏറ്റവും അപ്പർ പോർഷൻ, അതിൽ നിന്ന് ഉള്ളിലോട്ടല്ലേ മാൻഡിൽ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ എന്താവും? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ഡെൻസിറ്റി ഹയർ ആണോ ലോവർ ആണോ? സ്വാഭാവികമായി എന്തായിരിക്കും ഉത്തരം? ഹയർ ആയിരിക്കും അല്ലേ. ഓക്കെ, മാൻഡിലിന്റെ അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ക്രസ്റ്റിന്റെ ഡെൻസിറ്റിക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ജോഗ്രഫിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ് കാര്യം. എന്താണ്, നമ്മൾ എർത്തിന്റെ ഉള്ളിലോട്ട് പോകുന്നതോറും ടെമ്പറേച്ചർ കൂടും, പ്രഷർ കൂടും, ഡെൻസിറ്റി കൂടും. ഇതൊക്കെ ജിയോളജിസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് പല രീതിയിലൂടെ. ഡയറക്റ്റ് സോഴ്സസ് വഴി, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സോഴ്സസ് വഴിയും പല രീതിയിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ ഇവിടെ നമുക്ക് അതിന്റെ ഉത്തരം ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എന്താ, ഹയർ ഡെൻസിറ്റി അല്ലേ. മാൻഡിലെ ഡെൻസിറ്റി എന്ന് പറയുന്ന ക്രസ്റ്റിനെക്കാട്ടിലും ഡെൻസിറ്റി കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദ ഇന്റർഫേസ് ദാറ്റ് സെപ്പറേറ്റ്സ് ദ അപ്പർ ക്രസ്റ്റ് ആൻഡ് ലോവർ ക്രസ്റ്റ്. ഇതിപ്പോൾ നമ്മൾ പഠിച്ച സാധനമാണ് അല്ലേ.
അപ്പർ ക്രസ്റ്റിനെയും ലോവർ ക്രസ്റ്റിനെയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റിയുടെ പേര് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലേ? കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അത് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വട്ടം അത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന്. ആ പേരുകൾ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കി പോകരുത്, മനസ്സിലാക്കി പഠിക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ടോപ്പിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? അപ്പോൾ കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് എന്താ? അപ്പർ ക്രസ്റ്റിനെയും ലോവർ ക്രസ്റ്റിനെയും നമ്മൾ വേർതിരിക്കുന്ന ബൗണ്ടറി എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇത്രയും ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദ്യങ്ങൾ വരുന്നത്. സോ ജോഗ്രഫി എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റാണ്. കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് എന്ന് പറയുന്നത് ജോഗ്രഫി എന്ന് പറയുന്നത്. സോ ഈ കൺസെപ്റ്റ് അറിഞ്ഞു വെച്ച് പഠിക്കുക. ഇനി അടുത്തൊരു ചോദ്യങ്ങളായിട്ട് വരുന്നതിന് മുമ്പ് വരെ നല്ല സന്തോഷത്തോടെ ഇന്ന് പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.